വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലത്തഖീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമുണ്ടായ അതിൻ്റെ ആ 12-ാം ദിവസം വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കാണുകയും അതിൻ്റെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് വലിയ പ്രാധാന്യം ലോകം കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ പ്രവാചകൻ്റെ സന്ദേശങ്ങൾ ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ വലിയ ഉപകാരമാണ്, വലിയ സന്ദേശമാണ്. റസൂലുള്ള മാനവികമായിട്ട് വളരെയേറെ നേതൃത്വം കൊടുത്ത ഒരു വിശാല മനസ്സുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. പുണ്യ റസൂലുള്ളാഹിൻ്റെ സന്ദേശം തന്നെ മാനവിക സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പാണ്, അവരുടെ പുരോഗതിയാണ്. ഒരാളെയും ഇടിച്ച് താഴ്ത്താനല്ല ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളോ ഇസ്ലാമിക പ്രവാചകന്മാരോ പരിശ്രമിച്ചിട്ടുള്ളതും അവർ പ്രവർത്തിച്ചിട്ടുള്ളതും. ആ ഒരു വഴിയെ തന്നെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുന്നോട്ട് പോയത്. പക്ഷേ റസൂലുള്ളാഹിക്കുള്ളൊരു പ്രത്യേകത, റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരുടെയും പ്രവാചകനാണ്. ജിന്നിൻ്റെയും ഇൻസിൻ്റെയും ഒക്കെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വരാനുള്ള എല്ലാ സമൂഹത്തിൻ്റെയും എല്ലാ ആളുകളുടെയും പ്രവാചകനാണ്. റസൂലുള്ളാഹി വന്നതോടുകൂടെ മറ്റു സന്ദേശങ്ങൾ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആനോടുകൂടെ ദുർബലപ്പെട്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഖുർആൻ മാർഗ ദർശനം ചെയ്യുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലാവട്ടെ അവർക്കൊക്കെയും ഈ ഒരു ദർശനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂൽ ഇസ്ലാം പറയുന്ന ഒരു സന്ദേശം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്ത് ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങളൊരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ സൃഷ്ടിച്ചത്? എന്നിട്ട് നിങ്ങളെ അള്ളാഹു ഒരു കുടുംബവും ഗോത്രവും ഒക്കെ ആക്കിയത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ടതാരെയാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് ഈ അത്തുക്കാക്കും. നല്ല ഒരു ജീവിതം, ഒരു സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം ആര് നയിക്കുന്നു അവരെയാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്നത്. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, നല്ലൊരു വംശത്തിൽ ജീവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ തൊലിയുടെ വെളുപ്പ് കൊണ്ടോ, നിങ്ങളെ കുടുംബമഹിമ കൊണ്ടോ, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നു എന്തുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു പരിഗണനയേ ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ലാ ഫളില ലി അറബീൻ അലാ അജ്മീൻ. അറബിക്ക് അനറബിയേക്കാൾ ഒന്നുമില്ല കേട്ടോ. അതുപോലെ അനറബിക്ക് അറബിയേക്കാളും ഇല്ല. ചുവന്നവന് കറുത്തവനേക്കാളില്ല, കറുത്തവന് ചുവന്നവനേക്കാളില്ല, ഒന്നുമില്ല. ഇല്ല ബിത്തഖ്വാ, തഖ്വ അല്ലാതെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ആദമാണ്. ആദമിൽ നിന്നാണ് നിങ്ങളുടെ, ആദം നബി അലൈഹിസ്സലാമാണ് നിങ്ങളുടെയൊക്കെ പിതാവ്. ഹവ്വാ ബീബിയാണ് നിങ്ങളുടെയൊക്കെ മാതാവ്. ഒരാണിൽ നിന്നൊരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇവിടെ. മാത്രമല്ല, വംശീയമായ ഒരു പരാമർശത്തിൻ്റെ പേരിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അബൂദർ അഗയ്യർതഹു ബി ഉമ്മിഹി. അബൂദറെ, നിങ്ങൾ ആ ഒരു മനുഷ്യൻ്റെ ഉമ്മായുടെ കുടുംബ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ ബുദ്ധിമുട്ടിച്ചോ, അയാളെ നിങ്ങൾ
ദേഷ്യപ്പെടുത്തിയോ? ഇന്നക അംറുൻ ഫീക ജാഹിലിയ, നിങ്ങളിപ്പോഴും ജാഹിലിയത്തിൻ്റെ ഒരു ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്, അത് മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹുവിനോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ പറയേണ്ടത്? അപ്പോൾ കുടുംബ മഹിമക്കോ വംശ മഹത്വത്തിനോ ഇസ്ലാം ഒരു വിലയും കൽപ്പിക്കണില്ല എന്ന് തന്നെയല്ലേ മഹാനായ ബിലാൽ മുഅസ്സിർ റളിയല്ലാഹു അൻഹു, കറുകറുത്ത ബിലാൽ, ചുരുണ്ട മുടികളുള്ള ബിലാൽ, തൊലിയൊക്കെ കറുകറുത്തു പോയി, ഇങ്ങനെ ചപ്പിയ മൂക്കും, ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ശരീരത്തിൻ്റെ സൗന്ദര്യം തീരെയില്ലാത്ത ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചു പുണ്യ റസൂലുള്ളാഹി തങ്ങൾ. ഇത് മാത്രമല്ല, മക്ക ഫത്ഹ് ഉണ്ടായപ്പോൾ കഅബ ഷരീഫിൻ്റെ മുകളിൽ കയറി ആര് ബാങ്ക് കൊടുക്കണമെന്നുള്ളിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബിലാലിൻ്റെ പേരാ വിളിച്ചത്. ആരാ ആദ്യമായി വിശ്വസിച്ച? സിദ്ദീഖുൽ അക്ബർ അവിടെ ഉണ്ട് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. വലിയ മഹാന്മാരായ ആളുകൾ, വലിയ വലിയ സ്വഹാബിമാർ, അവരൊക്കെ ഉണ്ടായിരിക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ധീരനായ ഇസ്ലാമിൻ്റെ പുലിക്കുട്ടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അന്ന് വരെ ആരും മൈൻഡ് ചെയ്യപ്പെടാത്ത ആ ബിലാൽ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുകയോ? അവരുടെ സംശയത്തിന് അവർക്ക് ഒരു അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാങ്ക് കേട്ടു അവർ. ബിലാൽ റളിയല്ലാഹുവിൻ്റെ ബാങ്ക് കേട്ടു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ബാങ്കുകാരനായി ബിലാലുൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു ആയി. പിന്നെ ചരിത്രത്തിൽ അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവർ, ജാതീയതയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. ഈ കാലഘട്ടത്തിലും അടുത്തല്ലേ നമ്മുടെ ഡൽഹിയിൽ രാജ്യത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരുപാട് കാലം ജനപ്രതിനിധിയായി, വലിയ പരിചയസമ്പത്തുള്ള വലിയ സീനിയർ നേതാവായ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവിടെ ശുദ്ധികലശം നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഇസ്ലാം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം ആദ്യം പറഞ്ഞത്. കറുത്തവനോ വെളുത്തവനോ ഒരു പ്രത്യേകത അതിൻ്റെ പേരിലില്ല. തൊലി കറുത്തു എന്നതിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ച് അവർക്ക് സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹിൻ്റെ നോട്ട് നമ്മുടെ രൂപത്തിലേക്കല്ലല്ലോ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. അള്ളാഹു എവിടേക്കാണ് നോക്കുന്നത്? നിങ്ങളുടെ അമലുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെന്ത് പ്രവർത്തിക്കുന്നു, നിങ്ങളെന്ത് വിചാരിക്കുന്നു, അവിടെയാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അല്ലാതെ നിങ്ങൾ തൊലി വെളുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങളെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുക, നിങ്ങൾ തൊലി കറുത്തു എന്നതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളോട് വെറുക്കുക ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു മാനവിക സന്ദേശമാണ് സിദ്ദീഖ് റസൂലുള്ളാഹി തങ്ങൾ നടപ്പാക്കിയത്. വലിയ കുടുംബക്കാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ സലാം പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടടുത്തിരുത്തി. ഒരു ഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരാൾക്ക് ഒരു പദവിയും റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തിട്ടില്ല, ഇസ്ലാം കൊടുക്കണില്ല. അതാണ് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ എത്ര ജനകീയനാക്കിയത്. ഇസ്ലാമിലേക്ക് ജനസമൂഹം ഇങ്ങനെ കൂട്ടമായിട്ട് വന്നത് ഇസ്ലാമിൻ്റെ വിശാലമായ മനസ്സാണ്, വിശാലമായ സന്ദേശമാണ്, മാനവിക സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട എല്ലാവരോടും നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.